അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഹദ്ദാദുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അന്ന് പകര ഉസ്താദാണ് അതിനെക്കുറിച്ചുള്ള പല പോരിശകളും പറഞ്ഞു. അതിനുള്ള കൃത്യമായ വിശദീകരണങ്ങൾ അതിൻ്റെ മറുപടിയായിക്കൊണ്ട് ചെയ്തിരുന്നു. എന്നാൽ പുതിയൊരു ഉസ്താദ് അതിന് വേറൊരു രൂപത്തിൽ അതിൻ്റെ ഹദ്ദാദിൻ്റെ പോരിശകൾ, അതുപോലെ തന്നെ നാരിയത്തു സ്വലാത്ത് 41 തവണ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പോരിശകൾ, അതും ഇമാമിങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പ്രവർത്തനങ്ങളെ എടുത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗം നമുക്ക് ആദ്യമൊന്ന് കേൾക്കാം. പതിവാക്കുന്നവന്റെ ശരീരത്തിൽ വിഷം കയറൂല. അതിൽ അദ്ദേഹം ഒന്നാമതായി പറയുന്നു, ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നവരുടെ ശരീരത്തിൽ വിഷം കയറൂല എന്ന്. ഇനി രണ്ടാമത് എന്താ പറയുന്നത്, അതും കൂടി കേൾക്കാം. എന്നും ഖുർത്തുബീമാം പറഞ്ഞില്ലേ, എന്നും 41 തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്ന പതിവുണ്ടോ ഒരാൾക്ക്, അയാൾ ദുആർന്നാൽ ഉത്തരം കിട്ടും, ഉറപ്പാട് കിട്ടും. അപ്പോൾ നാരിയത്ത് സ്വലാത്ത് 41 തവണ എന്നും പതിവാക്കിയാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, സമയങ്ങൾ, പ്രത്യേകിച്ച് ചില ആളുകളുടെ പ്രാർത്ഥന തടയുകയില്ല, തള്ളപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. ദീനിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഖൈറുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഇത്രയും മഹത്തരമായ ഒരു ഇബാദത്താണ് നാരിയത്തു സ്വലാത്ത് എങ്കിൽ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല? എന്തുകൊണ്ട് സ്വഹാബത്ത് അത് ചെയ്തിട്ടില്ല? എന്തുകൊണ്ട് താബിഉകൾ അത് അറിഞ്ഞിട്ടില്ല? പിൽക്കാലത്ത് വന്ന പുത്തൻ ആശയക്കാർ, അവർക്ക് മാത്രം എവിടെ നിന്നാണ് ഈയൊരു അറിവ് കിട്ടിയത് എന്നൊരു പ്രസക്തമായ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ ദഅവാത്തിൻ മുസ്തജാബ, 3 ആളുകളുടെ പ്രാർത്ഥന അത് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് എണ്ണിയത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. മൂന്നാമത്തത് ദഅവത്തുൽ വാലിദ് അലാ വലദിഹി, തൻ്റെ മക്കൾക്കു വേണ്ടി അല്ലെങ്കിൽ മക്കൾക്കെതിരായിക്കൊണ്ടുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയെന്ന് റസൂൽ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ സലാസു ദഅവാത്തിൻ ലാ തുറദ്, തള്ളപ്പെടാത്ത 3 പ്രാർത്ഥനകൾ, 3 ആളുകളുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി എണ്ണി ദഅവത്തുൽ വാലിദി ലിവലദിഹി, തൻ്റെ മക്കൾക്കു വേണ്ടിയുള്ള മാതാവിൻ്റെ പ്രാർത്ഥന, ദഅവത്തുസ് സ്വായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. ഇതല്ലാതെയും ചില പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന, പ്രാർത്ഥന വേഗത്തിൽ സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന ചില കാരണങ്ങൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുക, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ പ്രാർത്ഥിക്കുക, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥിക്കുക, ഇങ്ങനെ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, പ്രത്യേകമായ ചില സമയങ്ങളും സന്ദർഭങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തന്നു. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നത് ഒരു പ്രസക്തമായ ഭാഗമാണ്. ഇനി ഇത് ശറഇലുള്ളതാണ് എങ്കിൽ, ദീനിലുള്ളതാണ് എങ്കിൽ, യഥാർത്ഥത്തിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ വാദപ്രകാരം പ്രവാചകൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമാക്കിയിട്ടില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ദീനിനെ പൂർത്തീകരിച്ചിട്ടാണ് പോകുന്നത്. 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവിടെ ഓതി കേൾപ്പിക്കുന്നുണ്ട്. ദീനിനെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല അദ്ദേഹം പറയുകയാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഒരാൾ ഒരു പുത്തൻ പ്രവർത്തനം കൊണ്ടുവരുന്നു, എന്നിട്ടത് നന്മയാണ് എന്ന് കാണുന്നു, ദീനിൽ പുണ്യമുള്ളതാണ് എന്ന് കാണുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൻ വാദിക്കുന്നത് ഫഖദ് സഅമ അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റിസാലത്തിൽ ദഅവത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഉത്തരവാദിത്തത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. കാരണം റസൂലുള്ളാഹി ഇവിടുന്ന് വിട പറയുന്നതിന് മുമ്പ് ദീന് പൂർത്തീകരിച്ചു എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല, നരകത്തിലേക്ക് ആപതിക്കുന്ന തിന്മകളെക്കുറിച്ച് നിങ്ങളോട് താക്കീത് തരാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അതിന് ഇന്ന പുണ്യങ്ങളുണ്ട് എന്ന് വാദിക്കുകയും ചെയ്താൽ ഇതിലൂടെ ഒന്നുകിൽ പ്രവാചകൻ്റെ മേൽ കളവ് ചാർത്തുകയും ബിദ്അത്തായ പ്രവർത്തനങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ തിന്മ എന്നത് പ്രവാചകൻ ദീന് പൂർത്തീകരിച്ചിട്ടില്ല എന്ന ഒരു വാദം അറിയാതെ അവരുടെ നാവുകളിൽ നിന്ന് വരുന്നു എന്നതും ഈയൊരു വിഷയത്തിൻ്റെ ഗൗരവത്തെ നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മഹുല്ല വിശദീകരിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം തിന്മകൾ, ഇത്തരം ബിദ്അത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊന്നും ദീനിലില്ലാത്തതാണ് എന്നത് തിരിച്ചറിയണം. ഹദ്ദാദ് റാത്തീബുകൾ, അതുപോലെ തന്നെ നാരിയത്ത് സ്വലാത്തുകൾ, അതിൻ്റെ ഇടയിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രവാചകൻ്റെ ചര്യയുണ്ട്. അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല. എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അത് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൻ്റെ ഇടയിൽ ചേർക്കുന്നുണ്ട്, അതിനെ എതിർക്കുന്നില്ല. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വലാത്തിന് 10 നന്മയാണ്. അങ്ങനെ 10 നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അത് അത്തഹിയാത്തിൽ പറയണം, അല്ലാത്ത സന്ദർഭങ്ങളിൽ പറയണം. രാവിലെ 10 ദിക്ർ, അതുപോലെ തന്നെ വൈകുന്നേരം പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്ത് ചൊല്ലണം. അതിനെല്ലാം പ്രതിഫലം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാരിയത്ത് സ്വലാത്തിനോ ഇതുപോലെയുള്ള ഹദ്ദാദിനോ റാത്തീബിനോ ഒന്നും ഇസ്ലാമിന് യാതൊരു തെളിവുമില്ല, പ്രമാണമില്ല. പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന് അറിയില്ല, താബിഉകൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ബിദ്അത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് തുടച്ച് നീക്കണം. ആളുകൾ, വിശ്വാസികളായ ആളുകൾ ഈ ഒരു തിന്മയിൽ നിന്ന്, ഈ ഒരു ബിദ്അത്തിൽ നിന്ന് കരുതിയിരുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് നഷ്ടം ഭവിക്കുമെന്നത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.